മെത്തേഡ്സ് ആൻഡ് നാനോ മെറ്റീരിയൽസ്. ഇതാണ് നമ്മുടെ തേർഡ് മൊഡ്യൂൾ. ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ആൻഡ് നാനോ മെറ്റീരിയൽസ്. മോളിക്യൂളിന്റെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചില മെത്തേഡ്സ് ആണ് ഈ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ്. ഒരു സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടീസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഈ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് എന്നുള്ളത് കൊണ്ട് എയിം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മാസ്, അതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി ആണല്ലോ. മാസിനുണ്ടാവുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. ഒരു സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്താൽ അതിന്റെ മാസിൽ ഉണ്ടാവുന്ന ചേഞ്ച് അതെങ്ങനെയായിരിക്കും? അതൊരു ഇൻസ്ട്രുമെന്റൽ മെത്തേഡിലാണ് ആ സ്റ്റഡി. ചേഞ്ച് ഇൻ മാസ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ, അതൊരു ഇൻസ്ട്രുമെന്റൽ മെത്തേഡാണ്. അങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാസിനോ വേറെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിക്കോ എന്ത് ചേഞ്ച് ആണ് വരുന്നത്. പിന്നെ ക്രോമറ്റോഗ്രഫി, ടൈപ്സ് ഓഫ് ക്രോമറ്റോഗ്രഫി, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സിൽ വരുന്നത്. പിന്നെ നാനോ മെറ്റീരിയൽസ് ആണെങ്കിൽ നാനോ മെറ്റീരിയൽസിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, എന്താണ് നാനോ മെറ്റീരിയൽസ്, അതിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, എങ്ങനെയാണ് നാനോ മെറ്റീരിയൽസിനെ പ്രിപ്പയർ ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ്, പ്രിപ്പറേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ്, ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. അത് കഴിഞ്ഞ് ഈ നാനോ മെറ്റീരിയൽസിന്റെ സർഫസിനെ എങ്ങനെ സ്റ്റഡി ചെയ്യാം, നാനോ മെറ്റീരിയൽസിന്റെ സർഫസിനെ കുറിച്ചുള്ള സ്റ്റഡി. അത്രയും കാര്യങ്ങളാണ് ഈ നാനോ മെറ്റീരിയൽസ് എന്നുള്ള ആ പാർട്ടിൽ വരുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ്? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് തെർമൽ അനാലിസിസ് ആണ്. തെർമൽ എന്നുള്ള വേർഡ് ജസ്റ്റ് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യുന്നത്. വാട്ട് ഈസ് തെർമൽ അനാലിസിസ്? നമ്മളൊരു സിസ്റ്റത്തിനെ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഒരു സിസ്റ്റത്തിനെ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് ആ സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ചേഞ്ച് വരാം. സിസ്റ്റത്തിനെ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ചെയ്താൽ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ചേഞ്ച് വരാം. അങ്ങനെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസിലുള്ള ചേഞ്ചിനെ മെഷർ ചെയ്യുന്ന ടെക്നിക്സ് ആണ് തെർമൽ അനാലിസിസ്. Is the group of techniques developed and used in which any physical property of the given system is continuously measured as a function of temperature. മിസ്സേ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ശ്രാവണി മഞ്ജുമിയാണോ? മിസ്. ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ, ജോയിൻ ചെയ്യാൻ ഇതുപോലെ ഉള്ളത്. ഗ്രൂപ്പ് ഓഫ് ടെക്നിക്സ് ഡെവലപ്ഡ് ആൻഡ് യൂസ്ഡ് ഇൻ വിച്ച് ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഒരു സിസ്റ്റത്തിന്റെ സൗണ്ട് കട്ടാണ്. ഹലോ ടീച്ചർ. ഇവിടെ നോക്കണേ, ഒരു സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഹീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ആ സിസ്റ്റത്തിന്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നു.
അതിന്റെ മെഷർമെന്റ് ആണ് ഈ തെർമൽ അനാലിസിസിലൂടെ നമ്മൾ ചെയ്യുന്നത്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സിസ്റ്റത്തിന്റെ മാസിന് വരുന്ന ചേഞ്ച്, അതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി ആണല്ലോ ഈ മാസ് എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് എന്ത് ചേഞ്ച് ആണ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വരുന്നത്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഈ തെർമൽ അനാലിസിസിൽ വരുന്നത്. ഇപ്പൊ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. ഓക്കെ. നമുക്ക് എന്തിനാണ് ഈ തെർമൽ അനാലിസിസ് ടെക്നിക്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ തെർമൽ അനാലിസിസ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നു. അതിനെ കൊണ്ട് നമുക്ക് എന്ത് ഐഡിയ ആണ് അല്ലെങ്കിൽ എന്ത് ഇൻഫർമേഷൻ ആണ് നമുക്ക് അതിലൂടെ കിട്ടുന്നത്? വി ഗെറ്റ് informations about crystallinity, specific heat, expansion, chemical and physical transformations. Through thermal analysis technique, we get information about crystallinity, specific heat, expansion, chemical and physical transformations. നമ്മളൊരു സബ്സ്റ്റൻസിനെ എടുത്ത് അതിനെ ഹീറ്റ് ചെയ്താൽ അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിന് എന്ത് ചേഞ്ച് വരും? സ്ക്രീൻ ഷെയർ നിർത്തിയേ. അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ചേഞ്ച് വരും. അതുപോലെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫേസസിലും ചേഞ്ച് വരും. സോളിഡ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറാം, ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറാം. സഫ്ലിനെസ് സ്ക്രീൻ ഷെയർ ഒന്ന് ഒഴിവാക്കിയേ. സർ അതെല്ലാം ഒഴിവാക്കിന്. എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് വിസിബിൾ ആണോ? വിസിബിൾ ആണ് ടീച്ചർ. വിസിബിൾ ആണ്. ഓക്കെ. ഈ ഹീറ്റ് ചെയ്താൽ എങ്ങനെയാണ് ഫേസസിന് ചേഞ്ച് വരുന്നത്? സോളിഡ് സ്റ്റേറ്റ് ഏത് ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റ് ആവും, ലിക്വിഡ് സ്റ്റേറ്റ് ഏത് ടെമ്പറേച്ചറിൽ വേപ്പറസ് ഗാസിയസ് സ്റ്റേറ്റിലേക്ക് മാറും എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് ഈ തെർമൽ അനാലിസിസ് ടെക്നിക്കിലൂടെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ബാക്കിയുള്ള പോർഷൻസ് ആണ്. ഈ രണ്ട് ഡെഫിനിഷനും അല്ല, അതിനുശേഷമുള്ള പോയിന്റ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ സിലബസിൽ 2 ടൈപ്പ് തെർമൽ അനാലിസിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്, TGA, തെർമോ ഗ്രാവിമെട്രിക് അനാലിസിസ്, TGA, തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്. സെക്കൻഡ്, ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്, DTA, ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്. എക്സാമിന് ഒന്നുകിൽ നമ്മളോട് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് അതിന്റെ ഡീറ്റെയിൽസ് എഴുതാനായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ അത് TGA എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് ആ ഷോർട്ട് ഫോമും അതിന്റെ എക്സ്പാൻഷനും രണ്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് ആണ് TGA, ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് ആണ് DTA. ഇനി നമുക്ക് എക്സാമിന് വരുന്ന കാര്യം, ഈ പോർഷനിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഫിക്സഡ് ആണ്. ഈ പോർഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് അല്ലെങ്കിൽ TGAയുടെ ഇൻസ്ട്രുമെന്റേഷൻ, ആപ്ലിക്കേഷൻ, പിന്നെ അതിന്റെ ഒരു ഗ്രാഫ്, അതിന്റെ എക്സ്പ്ലനേഷൻ. എന്താണോ TGAയിൽ നമ്മൾ പഠിക്കുന്നത് അതൊക്കെ തന്നെ എക്സാമിന് ചോദിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് DTയുടെ കേസും.
DTA ഇൻസ്ട്രുമെന്റേഷൻ, ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ ഒരു ഗ്രാഫും. ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഈ TGA-യിലും DTA-യിലും ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിനാദ്യം എന്താണ് TGA? എന്താണ് തെർമോ ഗ്രാവിമെട്രിക് അനാലിസിസ്? നമ്മൾ പറഞ്ഞു കുറേയധികം തെർമൽ അനാലിസിസ് ടെക്നിക്സ് ഉണ്ട്. അതിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് തെർമോ ഗ്രാവിമെട്രിക് അനാലിസിസ്, TGA. നമ്മുടെ തെർമൽ അനാലിസിസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ടെക്നിക്സ് ആണ്. അതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ് തെർമോ ഗ്രാവിമെട്രിക് അനാലിസിസ്, TGA. അതിൽ ഈ TGA ആയിട്ട് റിലേറ്റ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ രണ്ടാമത്തെയും നാലാമത്തെയും പോയിന്റ് നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക. TGA ആയിട്ട് റിലേറ്റ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ രണ്ടാമത്തെയും നാലാമത്തെയും പോയിന്റ്സ് എഴുതാൻ ശ്രദ്ധിക്കുക. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? TGA measures the weight changes that occur as a result of prolonged heating of the substance. Through TGA, we can measure the weight change that occur due to prolonged heating of the substance. നമ്മളൊരു സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയി ആ സബ്സ്റ്റൻസിന്റെ വെയിറ്റിൽ ഒരു ചേഞ്ച് വരും. ഇതിന്റെ മെഷർമെന്റ് ആണ് TGA-യിൽ ചെയ്യുന്നത്. ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാസിൽ എന്ത് ചേഞ്ച് ആണ്, വെയിറ്റിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത്, അതാണ് TGA-യിൽ മെഷർ ചെയ്യുന്നത്. measures the weight change that occur as a result of prolonged heating of the substance. ഇനി ഈ TGA കൊണ്ട് എന്താണ് നമുക്ക് അഡ്വാൻറ്റേജ്? എന്താണ് TGA-യുടെ ആപ്ലിക്കേഷൻ? നമ്മൾ ഈ ഒരു സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അതിന്റെ ഫേസസ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടക്കാം, ഫേസ് ട്രാൻസ്ഫോർമേഷൻസ് നടക്കാം. സോളിഡ് ലിക്വിഡ് ആവാം, ലിക്വിഡ് ഗേഷ്യസ് ആവാം, സോളിഡ് ഗേഷ്യസ് ആവാം എന്നിങ്ങനെയുള്ള ഫേസ് ട്രാൻസ്ഫോർമേഷൻസ് നടക്കാം. സോ TGA ഒരു ഫേസിൽ നിന്ന് അടുത്ത ഫേസിലേക്ക് പോകുന്നത്. എന്താ സഫ്ലിനെ? ഓഡിയോ കട്ടാന്ന്. നോക്ക് കേട്ടോ, ഏത് ടെമ്പറേച്ചറിലാണ് ഒരു ഫേസിൽ നിന്ന് അടുത്ത ഫേസിലേക്ക് ചേഞ്ച് വരുന്നത്, ഏത് ടെമ്പറേച്ചറിലാണ് സോളിഡ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത്, അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ത്രൂ TGA. പിന്നെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും മോളിക്യൂൾ ലോസ് ആയി പോകുന്നുണ്ടോ, നമ്മുടെ കോമ്പൗണ്ടിന് ഡീകമ്പോസിഷൻ വരുന്നുണ്ടോ എന്നുള്ളതും TGA യൂസ് ചെയ്ത് സ്റ്റഡി ചെയ്യാം. ദെൻ ഹീറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്യുന്നുണ്ടോ, ഡീഹൈഡ്രേഷൻ എന്നുള്ളതും TGA യൂസ് ചെയ്ത് നമുക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ്. ഇപ്പോഴും ഓഡിയോ ബ്രേക്ക് വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ. ദെൻ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാലാമത്തെ പോയിന്റ്, നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്, അതായത് ഒരു ടെമ്പറേച്ചറിൽ എത്രയാണ് അതിന്റെ മാസ് എന്ന് കിട്ടി, അതിന് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്തപ്പോൾ എത്രയാണ് മാസ് എന്ന് കിട്ടി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ജോയിൻ ചെയ്ത് നമുക്കൊരു ഗ്രാഫ് കിട്ടും. അതാണ് തെർമോ ഗ്രാവിമെട്രിക് അനാലിസിസിന്റെ ഔട്ട്പുട്ട്. ഈ TGA-യുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രാഫ് ആയിരിക്കും. മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് വേഴ്സസ് ടെമ്പറേച്ചർ എന്നുള്ള ഗ്രാഫ് ആയിരിക്കും TGA-യുടെ ഔട്ട്പുട്ട്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ സബ്സ്റ്റൻസിന്റെ മാസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, അതാണ് ആ ഗ്രാഫ്.
ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടെ തന്നെ നോട്ട് ചെയ്ത് പോണേ. ഓക്കെ, ഗുഡ് റെസ്പോൺസ്. ഞാൻ പറഞ്ഞു അതൊരു ഗ്രാഫ് ആയിരിക്കും എന്ന് പറഞ്ഞു. ആ ഗ്രാഫിനെ പറയുന്ന പേരാണ് തെർമോഗ്രാം. തെർമോഗ്രാം ആ വേർഡ് നമുക്ക് കാണാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ആ രണ്ടാമത്തെ പോയിന്റും നാലാമത്തെ പോയിന്റും തെർമോഗ്രാവിമെട്രിക് അനാലിസിസിന്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എഴുതുക. പിന്നെ ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ്. നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് TGA-യുടെ ഇൻസ്ട്രുമെന്റേഷൻ ആണ്. TGA-യുടെ ഇൻസ്ട്രുമെന്റേഷൻ ആണ്. നിങ്ങളുടെ എക്സാമിന് ചോദിക്കുകയാണ് TGA-യുടെ ഇൻസ്ട്രുമെന്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത്? ആദ്യം ആ TGA അപ്പാരറ്റസിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുക. ഏതൊക്കെയാണ് TGA-യുടെ കമ്പോണൻസ്? ഫസ്റ്റ് വൺ ഫർണസ്, സെക്കൻഡ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, ടെമ്പറേച്ചർ സെൻസർ ആൻഡ് തെർമോ ബാലൻസ്, ഫോർത്ത് റെക്കോർഡർ. ഇതൊക്കെയാണ് TGA-യുടെ ഇൻസ്ട്രുമെന്റേഷനിൽ വരുന്ന കോമ്പണൻസ്. ഫർണസ്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, ടെമ്പറേച്ചർ സെൻസർ ആൻഡ് തെർമോ ബാലൻസ്, ദെൻ റെക്കോർഡർ. നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് അവിടെ ചാറ്റ് ബോക്സിലിട്ടെ. സ്ലൈഡിലുള്ള പോയിന്റ്സ് കൂടെ തന്നെ നോട്ട് ചെയ്തു പോകണേ. ഓക്കെ, ഇനി ഇൻസ്ട്രുമെന്റേഷൻ പറഞ്ഞു കോമ്പണൻസിന് ലിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഇൻസ്ട്രുമെന്റേഷന്റെ ഫിഗർ ആണ്. TGA-യുടെ ഇൻസ്ട്രുമെന്റേഷന്റെ ഫിഗർ ആണത്. അതിൽ എന്തൊക്കെയാണുള്ളത്? There is a power source. There is a power source, an environment control equipment. There is a thermal insulator, thermobalance, temperature sensor, amplifier and a recorder. ഫിഗർ വരക്കുക കേട്ടോ. TGA-യുടെ ഇൻസ്ട്രുമെന്റേഷന്റെ ഫിഗർ നിങ്ങൾ വരക്കുക. There is a power source and ഇതൊരു ഫർണസ് ആണ്. നമുക്ക് ഏത് സബ്സ്റ്റൻസിന്റെ മാസ് ടെമ്പറേച്ചർ റിലേഷൻ ആണോ സ്റ്റഡി ചെയ്യേണ്ടത്, ഏത് സബ്സ്റ്റൻസിന്റെ മാസ് ടെമ്പറേച്ചർ റിലേഷൻ ആണോ സ്റ്റഡി ചെയ്യേണ്ടത്, ആ സബ്സ്റ്റൻസിനെ നമ്മളൊരു ഫർണസിൽ എടുക്കുന്നു. ആ ഫർണസിന്റെ ഉള്ളിൽ ഒരു ക്രൂസിബിൾ, അതെടുത്തിരിക്കുന്ന വെസലിന്റെ പേരാണ് ആ ക്രൂസിബിൾ. ആ ക്രൂസിബിളിൽ നമ്മുടെ സാമ്പിൾ എടുക്കുന്നു. ആ സാമ്പിൾ വെച്ചിരിക്കുന്ന ഫർണസ്, അതിന് ചുറ്റും ഒരു തെർമൽ ഇൻസുലേറ്റർ ഉണ്ടാവും, പിന്നെ ഒരു എൻവിറോൺമെന്റ് കൺട്രോൾ എക്യുപ്മെന്റും ഉണ്ടാവും. പിന്നെ അവിടെ ഒരു പവർ സോഴ്സ് യൂസ് ചെയ്ത് ഈ സിസ്റ്റത്തെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, മാസിലൊരു ചേഞ്ച് വരും. ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്താൽ
ആ സാമ്പിളിന്റെ ടെമ്പറേച്ചർ, ഹീറ്റ് പ്രൊവൈഡ് ചെയ്താൽ ആ സാമ്പിളിന്റെ ടെമ്പറേച്ചറിലും ചേഞ്ച് വരും, മാസിലും ചേഞ്ച് വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് ടെമ്പറേച്ചർ സെൻസറും തെർമോ ബാലൻസും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫർണസിനെ ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിലുള്ള ചേഞ്ചിനെ ടെമ്പറേച്ചർ സെൻസർ മെഷർ ചെയ്യും. അതുപോലെ വെയിറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ, മാസിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ തെർമോ ബാലൻസും മെഷർ ചെയ്യും. ഇനി അവിടുന്ന് വരുന്ന സിഗ്നൽസ് ഒരു ആംപ്ലിഫയർ യൂസ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് റെക്കോർഡറിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ടെമ്പറേച്ചർ സെൻസറിൽ നിന്നും തെർമോ ബാലൻസിൽ നിന്ന് വരുന്ന സിഗ്നൽസ് അതിന്റെ സ്ട്രെങ്ത് ഒന്ന് ഇൻക്രീസ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് റെക്കോർഡറിലേക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ഫിഗർ വരയ്ക്കുമ്പോൾ ആ ഫിഗർ മാത്രം വരച്ചാൽ മതി. ഞാൻ അവിടെ ഏറോ മാർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴേ എഴുതണ്ട, അത് അടുത്ത സ്ലൈഡിൽ തരും. So we are using a power source. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പവർ സോഴ്സ് യൂസ് ചെയ്യുന്നത്? ഫോർ ഹീറ്റിംഗ് ദ സാമ്പിൾ. ഫർണസിൽ എടുത്തിരിക്കുന്ന സാമ്പിളിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പവർ സോഴ്സ് യൂസ് ചെയ്യുന്നു. ഈ ഫർണസ് എങ്ങനെയുള്ളതാണ്? അതിന് ചുറ്റും നമ്മൾ ഈ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ടെമ്പറേച്ചറിനെ പുറത്തേക്ക് വിടാതിരിക്കാൻ, ഹീറ്റ് പുറത്തേക്ക് വിടാതിരിക്കാൻ we are using a thermal insulator to prevent loss of heat. Thermal insulator is used to prevent loss of heat. പവർ സോഴ്സ് വെച്ച് സാമ്പിളിനെ ഹീറ്റ് ചെയ്യാണ്. അങ്ങനെ ഉണ്ടാവുന്ന ഹീറ്റിന്റെ ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, ഹീറ്റ് ലോസ് ഇല്ലാതെ ആവാൻ വേണ്ടി, അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അവിടെ എന്ത് ചെയ്യുന്നു? ഒരു തെർമൽ ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്നു. Then ഈ സാമ്പിളിനെ ഹീറ്റ് ചെയ്താൽ അവിടെ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻസ് നടക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള പോസിബിലിറ്റി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ആണ് എൻവയോൺമെന്റ് കൺട്രോൾ എക്യുപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഹീറ്റ് ചെയ്യുമ്പോഴുണ്ടാവുന്ന ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ ടെമ്പറേച്ചർ സെൻസറും മാസിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ മെഷർ ചെയ്യാൻ തെർമോ ബാലൻസും യൂസ് ചെയ്യും. ഇവിടെ നിന്ന് വരുന്ന സിഗ്നൽസിനെ, ടെമ്പറേച്ചർ സെൻസറിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെയും തെർമോ ബാലൻസിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെയും ആംപ്ലിഫയർ യൂസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യും. അത് റെക്കോർഡറിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ഫിഗർ വരച്ചു കഴിഞ്ഞോ? ഫിഗർ മാത്രം വരച്ചാൽ മതി, ഏറോ മാർക്ക് ഇട്ടത് എഴുതണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തു, ഇൻസ്ട്രുമെന്റേഷന്റെ ഫിഗർ വരച്ചു. ഇനി ചെയ്യേണ്ടത് ഈ ഓരോ കമ്പോണൻസിന്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇൻസ്ട്രുമെന്റേഷന്റെ ഫിഗറിലെ ഓരോ കമ്പോണൻസിന്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഫർണസ്. എന്തിനാണ് ഫർണസ് യൂസ് ചെയ്യുന്നത്? TGA-യിലെ ഫർണസിന്റെ ഫങ്ഷൻ എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിൾ, ഒരു ക്രൂസിബിളിൽ എടുത്തിരിക്കുന്ന സാമ്പിളിനെ ഈ ഫർണസിലാണ് പ്ലേസ് ചെയ്യുന്നത്. ക്രൂസിബിളിൽ എടുത്തിരിക്കുന്ന സാമ്പിളിനെ ഫർണസിലാണ് പ്ലേസ് ചെയ്യുന്നത്, വെക്കുന്നത്. എന്നിട്ട് എന്തിനാണ് ഈ ഫർണസിനെ നമുക്ക് ഹീറ്റ് ചെയ്യണം? എക്സ്റ്റേണൽ പവർ സപ്ലൈ യൂസ് ചെയ്ത് ആ സാമ്പിളിനെ ഹീറ്റ് ചെയ്യണം. ഹീറ്റിംഗ്, അതിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതിലൊരു മൈക്രോ പ്രോസസ്സേഴ്സും ഉണ്ടാവും. ഈ ഫർണസുമായിട്ട് കണക്റ്റഡ് ആയി മൈക്രോ പ്രോസസ്സേഴ്സ് ഉണ്ടാവും. ആ മൈക്രോ പ്രോസസ്സേഴ്സ് ആണ് ഫർണസിന്റെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഫർണസ് യൂസ് ചെയ്യുന്നത്. സാമ്പിൾ ഈസ് കെപ്റ്റ് ഇൻസൈഡ് ദ ഫർണസ് ഇൻ എ ക്രൂസിബിൾ. നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിളിനെ ഒരു ക്രൂസിബിളിൽ വെച്ചിട്ട് അത് ഫർണസിന്റെ ഉള്ളിലേക്കാണ് വെക്കുന്നത്. എന്നിട്ട് ഈ ഫർണസിനെയാണ് ഹീറ്റ് ചെയ്യുന്നത്.
In order to heat the sample, the furnace is connected to a power source. To heat the sample, the furnace is connected to a power source. Then, ഈ ഒരു ഫർണസിന്റെ ടെമ്പറേച്ചറിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് മൈക്രോ പ്രോസസ്സേഴ്സ് ഉണ്ടാവും. Those microprocessors control temperature of the furnace. അങ്ങനെ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ലെവലിലും അപ്പുറത്തേക്ക് അത് ഹീറ്റ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫർണസിന്റെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നത്. TG apparatusലെ ഫസ്റ്റ് കമ്പോണന്റ് ആണ് ഫർണസ്. ക്ലിയർ ആണോ? എന്തിനാണ് ഫർണസ് യൂസ് ചെയ്യുന്നത്? രണ്ടാമത്തത് ഏതായിരുന്നു? രണ്ടാമത്തെ കമ്പോണന്റ് എന്തായിരുന്നു? Environmental protection system. Environment protection system. Yes. അതെന്തിനു വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞത്? നമ്മൾ ഈ സാമ്പിളിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ സൈഡ് റിയാക്ഷൻസ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. എന്റെ സ്ക്രീൻ വിസിബിൾ അല്ലേ? ഒരു മിനിറ്റ്. സ്ക്രീൻ വിസിബിൾ അല്ലെങ്കിൽ പറയണം കേട്ടോ. സോ സാമ്പിളിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ സൈഡ് റിയാക്ഷൻസ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള സൈഡ് റിയാക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഇനേർട്ട് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ സിസ്റ്റം. പിന്നെ അതൊരു പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നാണ് അതിന്റെ പേരിൽ തന്നെ ഉള്ളത്. പ്രൊട്ടക്ഷൻ സിസ്റ്റം. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് അതിന്റെ എമൗണ്ട് ലാർജ് എമൗണ്ട് ആയിരിക്കും. 1600 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ഈ സാമ്പിളിനെ ഹീറ്റ് ചെയ്യും. 1600 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ സിസ്റ്റത്തിന് ഹീറ്റ് ചെയ്യും. ആ സമയത്ത് തെർമൽ റേഡിയേഷൻസ് പുറത്തേക്ക് വരാൻ, ഫർണസിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. 1600 ഡിഗ്രിയിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അത് നല്ല ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ. അത് പുറത്തേക്ക് വരാനുള്ള, ആ റേഡിയേഷൻസ് പുറത്തേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആ ചാൻസിനെ പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു TGA അപ്പാരറ്റസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ ആ തെർമൽ റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ കൂടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന് ഉണ്ട്. So what are the functions of environment protection system? It facilitates handling and working of the furnace. ഫർണസിന്റെ വർക്കിങ്ങും ഹാൻഡ്ലിങ്ങും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. And also it protects the operator from high temperature thermal radiations. Since we are providing high temperature, or we are heating the substance to high temperature, there will be possibilities for high thermal radiations. നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഹീറ്റിനനുസരിച്ച് ഹൈ ടെമ്പറേച്ചർ തെർമൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആ റേഡിയേഷനിൽ നിന്ന് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന് ഉള്ളത്. ദെൻ
It acts as an insulating mechanism. It acts as an insulating mechanism to provide inert atmosphere. ഇത്രയും ഫങ്ഷൻസ് ആണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന് ഉള്ളത്. പിന്നെ ഇത് PPT ആയതുകൊണ്ട് പോയിന്റ്സ് ആയിട്ടായിരിക്കും നിങ്ങളത് കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം. കാരണം അവിടെ ഇടയിൽ കുറച്ച് വേർഡ്സ് ഒക്കെ മിസ്സിംഗ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതേപോലെ തന്നെ എക്സാമിന് ആൻസർ ചെയ്യരുത്, ഒരു സെന്റൻസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത കമ്പോണൻസ് ഏതൊക്കെയാണ്? യെസ്, ടെമ്പറേച്ചർ സെൻസർ ആൻഡ് തെർമോ ബാലൻസ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ടെമ്പറേച്ചർ സെൻസർ ആൻഡ് തെർമോ ബാലൻസ്? ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുന്നത് തന്നെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനായിരിക്കുമല്ലോ. ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിൽ എന്ത് ഡിഫറൻസ് ആണ് വരുന്നത് അത് മെഷർ ചെയ്യാനാണ് ടെമ്പറേച്ചർ സെൻസർ. തെർമൽ ബാലൻസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? വെയിങ് ബാലൻസ് നമ്മൾ വെയിറ്റ് എടുക്കാനാണ് യൂസ് ചെയ്യുന്നത്. യെസ് അശ്വിൻ, മെയിൻറ്റെയിൻ ടെമ്പറേച്ചർ അല്ല, മെഷർ ടെമ്പറേച്ചർ. മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ. പിന്നെ വെയിങ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് എടുക്കാൻ യൂസ് ചെയ്യുന്നതാണല്ലോ. അതുപോലെ തെർമൽ ബാലൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെർമൽ ബാലൻസ്. Temperature sensor used to measure temperature change, and thermobalance used to measure mass change with temperature. അതിന് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് പറയാണ് it is used to analyze mass change with temperature. ടെമ്പറേച്ചർ സെൻസർ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു, തെർമോ ബാലൻസ് മാസ് മെഷർ ചെയ്യുന്നു. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ചേഞ്ച് ഇൻ മാസ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആ വാല്യൂ നമുക്ക് തരുന്നത്. ഫൈനലി എന്തിനാണ് റെക്കോർഡർ യൂസ് ചെയ്യുന്നത്? തെർമോ ബാലൻസിൽ നിന്നും ടെമ്പറേച്ചർ സെൻസറിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഡാറ്റ ഉണ്ട്. ആ ഡാറ്റയെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് റെക്കോർഡറിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡറിൽ എത്തിയിരിക്കുന്ന ഈ ഡാറ്റ നമുക്കൊരു ഗ്രാഫിന്റെ ഫോമിൽ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. തെർമോ ബാലൻസിൽ നിന്നും ടെമ്പറേച്ചർ സെൻസറിൽ നിന്നും കിട്ടുന്ന ഡാറ്റയെ ആംപ്ലിഫൈ ചെയ്ത് റെക്കോർഡറിലേക്ക് പ്രൊവൈഡ് ചെയ്യും. അവിടെ നിന്ന് തെർമോഗ്രാം, പ്ലോട്ട് ഓഫ് മാസ് വേഴ്സസ് ടെമ്പറേച്ചർ. തെർമോഗ്രാം എന്ന് പറയുന്നത് പ്ലോട്ട് ഓഫ് മാസ് വേഴ്സസ് ടെമ്പറേച്ചർ ആണ്. അതാണ് TGAയുടെ ഔട്ട്പുട്ട്. അത് കിട്ടുന്നത് ഈ റെക്കോർഡറിന്റെ ഔട്ട്പുട്ട് ആയിട്ടാണ്. തെർമോഗ്രാം, മാസ്, പ്ലോട്ട് ഓഫ് മാസ് വേഴ്സസ് ടെമ്പറേച്ചർ. നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ കംപ്ലീറ്റ് ആയി. ഇൻസ്ട്രുമെന്റേഷൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ അതിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അതിനുശേഷം ആ ഫിഗർ വരക്കുക. അതിലെ ഓരോ കമ്പോണൻസിന്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത്രയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടുന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻസ് ഓഫ് TGA ആണ്. അത് 3 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് TGA, തെർമോ ഗ്രാവിമെട്രിക് അനാലിസിസ്. ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആപ്ലിക്കേഷൻസ് 2 രീതിയിലാണ് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ക്വാളിറ്റേറ്റീവ് അനാലിസിസും. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൽ ഒരു സ്പെസിഫിക് കോമ്പൗണ്ട് എത്ര എമൗണ്ട് ഉണ്ട്, എത്ര എമൗണ്ടിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണെങ്കിൽ ഒരു സ്പെസിഫിക് കോമ്പൗണ്ടിന്റെ പ്രസൻസിനെയാണ് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ ക്വാണ്ടിറ്റി ആണ്, എമൗണ്ട് ആണ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ
ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിന്റെ പ്രസൻസ് ആണ് നോക്കുന്നത്. നിങ്ങൾ എക്സാമിന് ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന്റെ താഴെ എത്ര പോയിന്റ്സ് വരുന്നു, ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് താഴെ എത്ര പോയിന്റ്സ് വരുന്നു എന്ന് നോക്കുന്നതിനേക്കാളും എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് എന്ന് നോക്കി വെക്കുക. അതായത് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ നോക്കി വെക്കുക. എന്തൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്? ക്വാണ്ടിറ്റി ആണ് മെഷർ ചെയ്യുന്നത്. ടു ഫൈൻഡ് ഔട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ഫില്ലർ present in a polymeric mix, to study adulteration in foodstuffs. അതുപോലെ ക്വാളിറ്റി, കോമ്പൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്യുക. ടു ഐഡന്റിഫൈ എ പെർട്ടിക്കുലർ പോളിമർ ഇൻ എ polymeric mix, to establish the purity of a compound, to study decomposition behavior of compound. പോളിമറിക് മിക്സിലുള്ള ഫില്ലറിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഫുഡിലുള്ള അഡൾട്ടറേഷൻ, മായം കണ്ടുപിടിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു പോളിമറിന്റെ പ്രസൻസ് കണ്ടുപിടിക്കുക. അതുപോലെ കോമ്പൗണ്ട് പ്യുവർ ആണോ എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ ഒരു കോമ്പൗണ്ടിന്റെ ഡീകമ്പോസിഷൻ ബിഹേവിയർ സ്റ്റഡി ചെയ്യുക. ഏത് ടെമ്പറേച്ചറിലാണ് ആ കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്ത് പോകുന്നത് എന്നൊക്കെയുള്ള സ്റ്റഡീസ് ആണ് TGAയുടെ ആപ്ലിക്കേഷൻസ്. ഞാൻ പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്നുള്ളതിനേക്കാളും നിങ്ങൾ ആ 5 പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? TG ആണ് പറഞ്ഞത്, അതിന്റെ ഇൻസ്ട്രുമെന്റേഷനും ആപ്ലിക്കേഷൻസും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ചോദിക്കുക കേട്ടോ. ഇത് എഴുതാൻ സമയം കിട്ടിയില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ബ്രേക്ക് ആയില്ലേ? ഓക്കെ ആണോ?